നമസ്കാരം, ദിയാസ് കിച്ചൻ്റെ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉള്ളിക്കറിയാണ്. ഇതൊരു പഴയകാല നാടൻ കറിയാണ്. ഇത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ചോറിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറി ഇല്ലയെന്നുണ്ടെങ്കിലും ഈ ഒരു കറി മാത്രം മതി നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. പിന്നെ ചപ്പാത്തി, ദോശയോടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ഷെയറും ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി മെയിനായിട്ട് ആവശ്യമുള്ളത് 2 സവാളയാണ്. 2 സവാള വച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഉള്ളിക്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. തോല് കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് കുറച്ച് വാളൻപുളി ആവശ്യമായിട്ടുണ്ട്. ഈ ഒരു അളവിൽ വാളൻപുളി എടുത്താൽ മതിയാകും. കാരണം നമ്മൾ 2 സവാളയിലെ എടുക്കുന്നത്. ഇതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അന്നേരം നമ്മൾ എല്ലാ കാര്യങ്ങളും റെഡിയായി വരുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടും. അങ്ങനെ ഉള്ളി കട്ട് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്താൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഗ്രേവിക്ക് കുറച്ചും കൂടി ഒരു തിക്നെസ് കിട്ടും. അതായത് നല്ല കുറുകിയ ഗ്രേവി കിട്ടും. കാരണം ഇതിൽ നമ്മൾ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല. ഒന്നുകിലും നമുക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്തെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം സ്ലൈസ് ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് എടുക്കുന്നുണ്ട്. അപ്പോൾ 2 സവാളയ്ക്ക് 2 പച്ചമുളക് മാത്രം മതിയാകും. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടി വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം. ആവശ്യമായിട്ടുള്ളത് വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി 4 എണ്ണം ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതും, കരിവേപ്പില ആവശ്യമായിട്ടുണ്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, വെളിച്ചെണ്ണ, കടുക്, കരിവേപ്പില, ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം കടായിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം കടുക്, വറ്റൽമുളക്, കരിവേപ്പില ഇവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതുപോലെ കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ എടുത്ത് വെച്ചേക്കുന്ന കരിവേപ്പില, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. 1 മിനിറ്റ് വഴറ്റിയെടുക്കുക. അതായത് വെളുത്തുള്ളിയുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് സവാള ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. കൂടെ നിന്ന് വഴറ്റുകയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു പഴയകാല നാടൻ റെസിപ്പിയാണ്. അതായത് ഇപ്പോൾ ഞാൻ ഇതിൽ സവാളയാണ് ചേർത്തിരിക്കുന്നത്. പഴയ കാലത്തൊക്കെ സവാള ചേർക്കില്ല, പകരം ചേർക്കുന്നതാണ് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളി ഒരു 25 മുതൽ 30 ചെറിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്താണ് വഴറ്റിയെടുക്കുന്നത്. അപ്പം ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ നമ്മൾ ചെറിയ ഉള്ളി കട്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. സവാള ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ആ ഒരു ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. ഇതിനും ടേസ്റ്റ് ഉണ്ട്, എങ്കിലും നമ്മൾ ആ ചെറിയ ഉള്ളി വെച്ചിട്ട് തയ്യാറാക്കുമ്പോൾ പ്രത്യേക ഒരു സ്വാദാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ഇപ്പം ഈ നോണൊന്നും ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ ഈ ഒരു ഉള്ളിക്കറി മാത്രം മതി കേട്ടോ ഊണ് നന്നായിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് പഴയകാല ഓർമ്മകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെസ്സേജ് ചെയ്യണേ. അങ്ങനെ ഉള്ളി വഴറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 5 മുതൽ 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടാണ് വഴറ്റിയെടുത്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഒന്നുകിൽ ഈ സമയത്ത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി ചേർത്ത സമയത്തും പച്ചമുളക് ചേർത്തെടുക്കുക. ഇനി ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കണം, കാരണം നമുക്കിനി മസാലകൾ ചേർക്കാനായിട്ടുള്ളതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. 2 സവാളയ്ക്ക് ഇത്ര മതിയാകും. കൂടുതൽ സവാള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലകളുടെ അളവും കൂട്ടിയെടുക്കണേ. നമ്മൾ എത്രയാണോ മല്ലിപ്പൊടി എടുത്തേക്കുന്നത് ആ സെയിം അളവിൽ തന്നെ മുളക് പൊടിയും കൂടി എടുക്കുക. മുളക് പൊടി ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോഴത്തേക്ക് കറിക്ക് നല്ലൊരു കളറും ഉണ്ടാവും. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു റെസിപ്പി കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടും ഇനി കറി തയ്യാറാക്കാം. എണ്ണ കൂടുതൽ ചേർക്കുമ്പോൾ കറിയുടെ ടേസ്റ്റും അതുപോലെ നന്നായിട്ടുണ്ടാവും. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുമ്പോൾ എണ്ണ കുറച്ച് ചേർക്കുന്നതാണ് നല്ലത്. അപ്പം എണ്ണയുടെ അളവ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇപ്പോൾ വഴറ്റാൻ തുടങ്ങിയിട്ട് ഒരു 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. മസാലകളുടെ ഒരു മൂത്ത മണം വരുന്നുണ്ട്. ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കാൻ മറക്കരുതേ. ഒത്തിരി അങ്ങ് മൂത്ത് പോകാനും പാടില്ല. ഈ ഒരു സ്റ്റേജ് മതിയാകും. ഇനി ഇതിലോട്ട് നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം.
പുളിവെള്ളം ചേർക്കുമ്പോൾ ആദ്യം തന്നെ ഒരുമിച്ച് ചേർക്കാതെ ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് എത്രയാണോ പുളി ആവശ്യമുള്ളത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർക്കുക, നന്നായിട്ട് തിള വന്നതിന് ശേഷം ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ തന്നെ പുളിവെള്ളം മൊത്തത്തിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുളി കൂടി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു റെസിപ്പിയുടെ ഒരു പാകം എന്നുള്ളത് എരിവും പുളിയും പാകത്തിന് ഉണ്ടാവണം. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പുളിവെള്ളം ചേർക്കാനായിട്ടുള്ളത്. പുളിവെള്ളം കൂടെ ചേർത്തതിന് ശേഷം 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി പുളിവെള്ളവും മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അതായത് പുളിവെള്ളത്തിൻ്റെ പച്ച ചുവ നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്കിനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ തണുത്ത വെള്ളം ഒഴിക്കരുത്, ചെറു ചൂടുവെള്ളമാണ് ഒഴിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ സമയം നമ്മൾ ഉപ്പ് നോക്കിയാൽ ഉപ്പിൻ്റെ കറക്റ്റ് അളവ് അറിയാൻ പറ്റില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പും പുളിയും നന്നായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമുക്ക് ഉപ്പും പുളിയും കൂടി വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം ഉപ്പും പുളിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. അടച്ചു വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ കറി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യാനുസരണം പുളിയും ഉപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പുളി പാകത്തിനാണ്, ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. പുളി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒരുമിച്ച് ചേർക്കാതെ ആദ്യം കുറച്ച് പുളി ചേർത്തിട്ട് ഈ സമയം ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി പുളി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 കാര്യങ്ങളും കൂടി ചേർക്കാനായിട്ടുണ്ട്. ഒരു നുള്ള് കായപ്പൊടി മസ്റ്റായിട്ട് ചേർക്കണേ. പിന്നെ ചേർക്കാനായിട്ടുള്ളതാണ് ശർക്കര പൊടിച്ചത്. ഒരു ചെറിയ സ്പൂണ് ശർക്കര പൊടിച്ച് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ പീസ് ശർക്കര ചേർക്കാം. ഇവ രണ്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയെങ്കിലും ചേർക്കണേ. ഈ ഒരു കറിയുടെ എരിവും പുളിയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര പൊടിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം 2 മുതൽ 3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടാം. വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മുതൽ 4 മിനിറ്റ് ആയിട്ടുണ്ട്. കറി ഉണ്ടോ നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ഗ്രേവിയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഒത്തിരി അങ്ങ് ലൂസായിരിക്കില്ല, ഇതുപോലെ കുറച്ച് കുറുകിയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ സമയം ഉപ്പും പുളിയൊക്കെ നോക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതായത് എരിവും പുളിയൊക്കെ പാകത്തിനാണ്. ഈ ഒരു കറിയുടെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ ചേർത്തേക്കുന്ന പുളിയും എരിവും നമ്മൾ ആ ലാസ്റ്റ് ശർക്കര പൊടിച്ചതും ചേർത്തല്ല, അതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ഈസിയല്ലേ ഈ ഒരു കറി തയ്യാറാക്കാനായിട്ട്, ടേസ്റ്റും അതുപോലെ അടിപൊളിയാണ്. അപ്പോൾ കറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് തണുക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക. അതായത് നല്ലൊരു കുറുകിയ ഒരു ഗ്രേവി ആയിരിക്കും കിട്ടുക. ഈ ഒരു ചെറിയ സ്പൂണ് മതി കേട്ടോ നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ചോറിൻ്റെ കൂടെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ചോറും കുറച്ച് കറിയും മതി കേട്ടോ നന്നായിട്ട് ഊണ് കഴിക്കാനായിട്ട്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുത്. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്